ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരാണ് ചിറകു വിരിച്ച്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ബസ് മുകളിലൂടെ പറന്നു പോകുന്നതാണ്. അതിൽ നിറയെ കുട്ടികളുണ്ട്, കണ്ടില്ലേ? ചിറകുള്ള ബസ്. വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല. ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർക്കയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും. എന്താണ് പറയുന്നത്? വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല. കാരണം അതിൻ്റെ ജനലുകളിലൂടെ പുറത്തേക്ക് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിക്കൈകൾ. ആ കുഞ്ഞിക്കൈകൾ മുളച്ച ചിറകുകളെ പോലെയാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത്. ആരാണിത് എഴുതിയിരിക്കുന്നത്? വിഷ്ണുപ്രസാദ്. ബസ്സിന് ചിറകു മുളയ്ക്കുന്നുണ്ടല്ലോ കവിതയിൽ. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിനോദയാത്ര പോകുന്ന കുട്ടികൾ സന്തോഷത്തോടെ ജനലിലൂടെ കൈകൾ പുറത്തേക്കിട്ട് വീശുന്നതിനെയാണ് ബസ്സിന് ചിറകു മുളയ്ക്കുന്നു എന്ന് കവി വിശേഷിപ്പിക്കുന്നത്. മണ്ണാങ്കട്ടയും കരിയിലയും. സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളുമുണ്ടെന്നോ. യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല. ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്ന് വരാം. അപ്പോൾ നമ്മളിങ്ങനെ യഥാർത്ഥത്തിൽ പോകാതെ സങ്കല്പിച്ച് യാത്ര ചെയ്യുന്ന ഒരുപാട് കഥകളും കവിതകളുമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ യാത്രയിൽ പ്രതീക്ഷിച്ച പലതും നമുക്ക് ലഭിക്കണമെന്നില്ല. എന്നാൽ ചിലപ്പോൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടായെന്നും വരാം. മുന്നറിയിപ്പ്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ, കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. അപ്പോൾ കാഴ്ച കാണാൻ പോകുന്നവരോടാണ് ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താണ് കാര്യം? കാണണമെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ കാണാൻ ചെന്നാൽ അവിടെ കാണില്ല. കടലുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളെ തിരമാല, കപ്പലു കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു കൂറ്റൻ മണിമേട. കടൽ കാണാൻ ഞാൻ പോയിട്ട് കണ്ടത് നീളെ തിരമാലയാണ്. അതുപോലെ തന്നെ കപ്പൽ കാണാൻ പോയിട്ടോ കണ്ടത് വലിയ ഒരു മണിമേടയാണ്. കാടുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളെ മരമല്ലോ, കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടതു കൂറ്റൻ കിണറല്ലോ. കാട് കാണാൻ പോയിട്ട് കണ്ടത് ഒരുപാട് മരങ്ങളാണ്. അതുപോലെ തന്നെ വാരിക്കുഴി കാണാൻ പോയിട്ട് കണ്ടത് വലിയ ഒരു കിണറാണ്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ, കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. ഇത് എഴുതിയിരിക്കുന്നത് അക്കിത്തമാണ്. അക്കിത്തത്തിൻ്റെ കുട്ടിക്കവിതകൾ എന്നുള്ളതിൽ നിന്നുള്ളതാണ് ഈ വരികൾ. കവിത താളത്തിൽ ചൊല്ലൂ. കാണണമെന്നു വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവും? ചിത്രം കൂടി പരിശോധിച്ചു പറയൂ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാഴ്ചകൾ. നമ്മൾ നോക്കുന്ന രീതി മാറുന്നതിനനുസരിച്ച് കാഴ്ചകളും മാറും. ഉദാഹരണത്തിന് ചിത്രത്തിലെ താറാവ് മുയലായും തോന്നാം. കടൽ കാണാൻ പോയാൽ തിരമാലകൾ മാത്രമേ കാണൂ. കപ്പൽ കാണാൻ പോയാൽ വലിയ മണിമേടകൾ മാത്രമേ കാണൂ. വലിയ മണിമേടകൾ എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ. കാട് കാണാൻ പോയാൽ മരങ്ങൾ മാത്രമേ കാണൂ. വാരിക്കുഴി കാണാൻ പോയാൽ വലിയൊരു കിണർ മാത്രമേ കാണൂ. അതിന് ഉദാഹരണമാണ് ഒന്നാമത്തെ ചിത്രം. ഇത് ഒരു ഭൂപടം പോലെ തോന്നുമെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കരടിയുടെ മുഖം കാണാം. രണ്ടാമത്തെ ചിത്രത്തിൽ ഇതൊരു മലനിര പോലെ തോന്നുമെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു കുരങ്ങൻ്റെ മുഖം പോലെ തോന്നാം. മൂന്നാമത്തെ ചിത്രം ഒറ്റ നോട്ടത്തിൽ ഒരു താറാവിൻ്റെ തലയായി തോന്നുമെങ്കിലും മറ്റൊരു വശത്തു നിന്ന് നോക്കിയാൽ ഇതൊരു മുയലിൻ്റെ തല കൂടിയാണ്. കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? നമ്മളൊരു കാര്യം കാണാൻ ആഗ്രഹിച്ചു നോക്കുമ്പോൾ അതിൽ മറ്റൊരു കാഴ്ചയാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭൂപടത്തിൽ കരടിയെയും താറാവിൽ മുയലിനെയും മലയിൽ മനുഷ്യനെയും കാണാൻ സാധിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കാണുന്നതല്ല യഥാർത്ഥ കാഴ്ച എന്ന മുന്നറിയിപ്പാണ് കവി ചിത്രങ്ങളിലൂടെയും വരികളിലൂടെയും നൽകുന്നത്. കുട്ടി യാത്രയ്ക്കൊരുങ്ങുകയാണ്. എവിടേക്കാണ് യാത്ര? വട്ടത്തിൽ ചവിട്ടുമ്പോൾ. നിലാക്കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞു തുഴഞ്ഞങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്തു രസമാണ്. ചന്ദ്രനിലേക്കുള്ള സങ്കല്പയാത്രയാണ്
പി രാമചന്ദ്രൻ്റെ സൈക്കിള് ചവിട്ടാൻ എന്ന കവിത. ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു. എങ്ങനെ? മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിളിൽ. മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത് ആളുകൾ സൈക്കിൾ വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി പോയിരുന്നത്. മൈക്കിൾ ചേട്ടൻ്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. സൈക്കിൾ എടുക്കണം, യാത്ര പോകണം. യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിൾ ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു. പക്ഷേ അതിനെല്ലാം കുട്ടി മറുവഴി കണ്ടിട്ടുണ്ട്. സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി. അവസാനം മൈക്കിൾ ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു. അങ്ങ് ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുമോ? നീലക്കുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളുമുള്ള മരതക പട്ടുടുത്ത ഭൂമി. ഇവിടെ വന്ന് സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകില്ലേ? സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നതാരാവും? അതെല്ലാം കവിതയിലുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നു. കവിതയ്ക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെപ്പറ്റി. എന്തൊരു ചന്തമാണെന്നോ! ആകാശയാത്രക്കിടയിലെ കാഴ്ചകൾ നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ ചിത്രങ്ങൾ. ചന്ദ്രയാത്രയ്ക്ക് നിങ്ങളും തയ്യാറായോ? എങ്കിൽ പുറപ്പെട്ടോളൂ. സൈക്കിള് ചവിട്ടാൻ. മൈക്കിളു ചേട്ടാ, സൈക്കിള് വേണം. എങ്ങടാ മോനെ? ചന്ദ്രനിലേക്ക്. എന്തിനാ മോനെ? നിലാവ് കൊള്ളാൻ. ബെല്ലില്ല മോനെ, നാവുണ്ട് ചേട്ടാ. ബ്രേക്കില്ല മോനെ, കാലുണ്ട് ചേട്ടാ. ടയറില്ല മോനെ, ചിറകുണ്ട് ചേട്ടാ. എന്നാൽ എടുത്തോ, പോയി വരാം ട്ടോ. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി, ടാറിട്ട റോട്ടിന്മേൽ താളത്തിലോടി. ആഞ്ഞു കുതിച്ചപ്പോ തെങ്ങുമ്മേ കേറി, അവിടന്നും ചവിട്ടി ആകാശം കേറി. അവിടൊരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു. എന്തടാ പയ്യൻ? പിടിവിട്ടു വീണു. പരിക്കെന്തു പറ്റി? കാലൊന്നുളുക്കി. ഇനിയെന്തു ചെയ്യും? എടുത്തിട്ടു പോണം. പിന്നിലിരുന്നു. അങ്ങനെയാട്ടെ. എന്തടാ പേര്? ചന്ദ്രനെന്ന്. എവിടത്തെ ചന്ദ്രൻ? മാനത്തെ ചന്ദ്രൻ. എവിടെ പോണം? ഭൂമി പോണം. എന്തിനു പോണം? സൈക്കിള് ചവിട്ടാൻ. എഴുതിയിരിക്കുന്നത് പി രാമചന്ദ്രൻ. കവിത താളമിട്ടു ചൊല്ലൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലാവ് കൊള്ളാൻ ഭൂമിയിലിരുന്നാൽ പോരെ, പിന്നെന്തിനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത്? ഭൂമിയിലിരുന്നാലും നിലാവ് കാണാം. എന്നാൽ കുട്ടിയുടെ ഭാവനയിൽ ചന്ദ്രൻ കൗതുകമുള്ള ഒരു സ്ഥലമാണ്. ആകാശത്തു കൂടി സൈക്കിൾ ചവിട്ടി ചന്ദ്രനിൽ നേരിട്ട് ചെന്ന് നിലാവ് കൊള്ളുക എന്ന കുട്ടിത്തം നിറഞ്ഞ ആഗ്രഹം കൊണ്ടാണ് കുട്ടി പോകാൻ കൊതിക്കുന്നത്. മൈക്കിൾ ചേട്ടൻ മറ്റെന്തൊക്കെ തടസ്സങ്ങൾ പറയാനാണ് സാധ്യത? കുട്ടിയുടെ മറുപടി എന്തായിരിക്കും? താളത്തിൽ പറയൂ. അപ്പോൾ മൈക്കിൾ ചേട്ടൻ തടസ്സം പറയുന്നത് കാറ്റില്ല മോനെ. മറുപടി പറയുന്നത് ശ്വാസമുണ്ട് ചേട്ടാ. തടസ്സം പറയുന്നത് ലൈറ്റില്ല മോനെ. അപ്പോൾ കുട്ടി മറുപടി പറയുന്നത് മിന്നാമിന്നിയുണ്ട് ചേട്ടാ. അപ്പോൾ മൈക്കിൾ ചേട്ടൻ തടസ്സം ചങ്ങലയില്ല മോനെ. മറുപടി കൈകളുണ്ട് ചേട്ടാ. ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാവും? പച്ചപ്പു നിറഞ്ഞ പാടങ്ങളും വലിയ മലകളും കളകളമൊഴുകുന്ന പുഴകളും തോടുകളും രാത്രിയിൽ മിന്നിത്തിളങ്ങുന്ന വഴിവിളക്കുകൾ മരങ്ങളിൽ ഉറങ്ങുന്ന പക്ഷികളും പൂക്കളും. ചന്ദ്രനിലേക്ക് സൈക്കിളിൽ പോയി മടങ്ങി വന്നൊരു കുട്ടിയെപ്പോലെ പട്ടൂസും ആകാശയാത്ര നടത്തിയിട്ടുണ്ട്. എങ്ങനെ? ഹലോ, ഉറക്കെ പാടൂ. ഹിയട ഹിയാ, ഹായ്, എന്ത് രസം ഇങ്ങനെ പറക്കാൻ. ഹോ, അപ്പോഴേക്കും ദേ തുടങ്ങി പിടിച്ചു വലിക്കാൻ. ആദ്യമായി പറക്കുകയാണ് പട്ടൂസ്. ഈ പിടിവലി അവനൊട്ടും പിടിക്കുന്നില്ല. അവൻ്റെ നീരസം അവൻ്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങി. നന്നായിട്ടൊന്ന് പറക്കാനും സമ്മതിക്കില്ലേ? കഷ്ടം തന്നെ. അപ്പോൾ ഒരു പട്ടം പറക്കുന്നതാണ്, ആദ്യമായിട്ട് പറക്കുന്നതാണ്. അത് പറന്ന് മുകളിലേക്ക് എത്തിയപ്പോൾ തന്നെ താഴെ നിന്ന് പിടിച്ചു വലിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ പട്ടം പറയുന്നതാണ് ഇതെല്ലാം. എന്താണ് പറയുന്നത്? നന്നായിട്ടൊന്ന് പറക്കാനും സമ്മതിക്കില്ലേ, കഷ്ടം തന്നെ എന്നൊക്കെ. അവൻ താഴേക്ക് നോക്കി. അതാ ദൂരെ അങ്ങ് താഴെ ഒരു പൊട്ടുപോലെ. പട്ടു സൂക്ഷിച്ചു നോക്കി. ദേ ആബിദക്കുട്ടി. ഹോ, ഇവളുടെ ഒരു കാര്യം. ആബിദ, അവളാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത്. അപ്പോൾ താഴെ നിന്ന് പട്ടൂസിനെ പിടിച്ചു വലിച്ചത് ആബിദയാണ്. അവളാണ് ആ പട്ടം ഉണ്ടാക്കിയത്. കത്രികയെടുത്ത് വർണ്ണക്കടലാസുകൾ മുറിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, പട്ടൂസേ, ഇത്താത്തയുടെ മുത്തല്ലേ, കരയല്ലേ, ഒട്ടും വേദനിപ്പിക്കില്ല.
പച്ചീർക്കിൽ വളച്ച് ഒട്ടിക്കുമ്പോഴും അവൾ പറഞ്ഞു, കരയല്ലേ. പശ തേച്ച് ചിറകുകൾ ഒട്ടിച്ചു ചേർക്കുമ്പോൾ അവന് വല്ലാതെ ഇക്കിളിയായി. അവൻ കുതറിക്കുടഞ്ഞ് ചിരിച്ചുപോയി. പട്ടൂസേ, വല്ലാതെ മുകളിലേക്കൊന്നും പോകല്ലേ, കാറ്റടിച്ച് ജലദോഷം പിടിക്കും. രാത്രിയാവുമ്പോൾ വേഗം താഴേക്ക് വരണേ. അവൾ പട്ടൂസിനെ സാവധാനം പറത്തി തുടങ്ങി. അപ്പോൾ പട്ടൂസിനോട് എന്താണ് ആബിദ പറയുന്നത്? പട്ടൂസേ, വല്ലാതെ മുകളിലേക്കൊന്നും പോകരുത്, കാറ്റടിച്ച് നിനക്ക് ജലദോഷം പിടിക്കും എന്നാണ്. അപ്പോൾ രാത്രിയാകുമ്പോൾ വേഗം താഴേക്ക് വരണേ എന്നും പറഞ്ഞു വിടുന്നുണ്ട്. ആകാശത്തെത്തിയപ്പോൾ കഥയാകെ മാറി. മാനത്തിനുണ്ടോ വല്ല അതിരും വരമ്പും? നീണ്ടു പരന്നങ്ങനെ കിടക്കുകയല്ലേ. പറന്നു രസിച്ചും കളിച്ചു ചിരിച്ചും നേരം പോയത് അവനറിഞ്ഞതേയില്ല. അപ്പോൾ ആകാശത്തിന് അതിരുകളൊന്നും ഇല്ല അല്ലേ, നീണ്ടു പരന്നങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആകാശത്തെത്തിയപ്പോൾ നേരത്തെ വരാൻ പറഞ്ഞതൊക്കെ മറന്ന് പട്ടൂസ് അങ്ങനെ കളിച്ച് നടന്നു. കളിയുടെ ഹരത്തിൽ താഴത്തുള്ള ആബിദക്കുട്ടിയുടെ കാര്യം തന്നെ അവൻ മറന്ന മട്ടുണ്ട്. പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തയപ്പറക്കലിൻ്റെ ആവേശത്തിലാണ് പട്ടൂസ്. ഇർണീം 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 ഇർണീം. നൂൽ ഫോണടിച്ചു. അതെടുത്ത് ചെവിയിൽ ചേർത്തു അവൻ. അപ്പോൾ കളിച്ച് കളിച്ച് ആബിദക്കുട്ടിയുടെ കാര്യം തന്നെ മറന്നു. അവൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തയപ്പറക്കലിലാണ്. അപ്പോഴാണ് നൂൽ ഫോണടിച്ചത്. അങ്ങനെ അതെടുത്ത് ചെവിയിൽ ചേർത്തു അവൻ. പരിഭ്രമം കലർന്ന സ്വരം. അങ്ങേ തലയ്ക്കൽ ആബിദയാണ്. പരിഭ്രമം എന്ന് പറഞ്ഞാൽ ഭയം അല്ലെങ്കിൽ പേടി കലർന്ന സൗണ്ടാണ് കേട്ടത്. അങ്ങേ തലയ്ക്കൽ ആബിദയാണ്. ഹലോ പട്ടൂസേ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ. ആ, കേൾക്കാം ഇത്താത്ത. പറക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു. നീ ഇതെവിടെയാ? ഇരുട്ടാവുന്നത് കാണുന്നില്ലേ? വേഗം താഴോട്ട് വാ. അവളുടെ ശബ്ദമിടറി. അപ്പോൾ പട്ടൂസിനെ കാണാതായപ്പോൾ ആബിദയ്ക്ക് പേടിയായി. നീ എവിടെയാണ്? ഇരുട്ടാവുന്നത് കാണുന്നില്ലേ? വേഗം താഴോട്ട് വാ എന്നാണ് പറഞ്ഞത്. കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ വരാം. എൻ്റെ നൂലിൽ പിടിച്ച് ഇങ്ങനെ വലിക്കല്ലേ, ഒന്ന് വിടൂ പ്ലീസ്, എൻ്റെ പുന്നാരത്താത്തയല്ലേ. അവൻ കെഞ്ചി. അപ്പോൾ അവൻ പറയാണ്, കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ വരാം, എൻ്റെ നൂലിൽ ഇങ്ങനെ പിടിച്ചു വലിക്കല്ലേ എന്ന് പറഞ്ഞ് കെഞ്ചുകയാണ്. ഇല്ലില്ല, ഞാൻ പിടിവിട്ടാൽ നീ എങ്ങനെ താഴേക്ക് വരും? അവിടെ എപ്പോഴും തേരാപ്പാര വീശിയടിക്കുന്ന വികൃതി കാറ്റാ. അതിനു നിന്നെ പറത്തി പറത്തി വല്ല കാട്ടിലോ മേട്ടിലോ കൊണ്ടുപോയിടും. അവൾ വിടുന്ന മട്ടില്ല. ആബിദയുടെ കയ്യിലിരിക്കുന്ന നൂല് വിടാനാണ് പട്ടം പറയുന്നത്. അപ്പോൾ ആബിദ പറയാണ്, ഇല്ലില്ല, ഞാൻ പിടിവിട്ടാൽ നീ എങ്ങനെ താഴേക്ക് വരും? വീശിയടിക്കുന്ന ആ വികൃതിക്കാറ്റ് നിന്നെ തേരാപാര അങ്ങോട്ടോ ഇങ്ങോട്ടോ പറത്തി വല്ല കാട്ടിലോ മേട്ടിലോ കൊണ്ടുപോയിടുമെന്നാണ് പറയുന്നത്. ഞാൻ എങ്ങും പോവില്ല. പാറി പാറി തളരുമ്പോൾ ഉറപ്പായും തിരിച്ചു വരും. ഇത്ത ഒട്ടും പേടിക്കണ്ട. അപ്പോൾ പട്ടൂസ് പറയുകയാണ്, ഞാൻ എങ്ങും പോവില്ല, പാറി പാറി തളരുമ്പോൾ ഞാൻ തിരിച്ചു വരും ഉറപ്പായിട്ടും എന്നാണ്. എന്നാലും നൂല് മേലോട്ടിങ്ങനെ വലിക്കല്ലേ പട്ടൂസേ, ആപത്താണത്. നീ ഒന്ന് ബേജാറാവാണ്ടിരിക്കെ, ഞാൻ അല്പം പാറിപ്പറന്ന് കളിച്ചിട്ട് വരാം. പറക്കുന്നതിൻ്റെ ഉന്മാദത്തിലാണ് അവൻ. അപ്പോൾ പട്ടൂസിനോട് ആബിദ പറയാണ്, നീ മേലോട്ട് നൂല് വലിക്കല്ലേ, അത് ആപത്താണ്. അപ്പോൾ ആബിദയോട് പട്ടൂസ് പറയാണ്, നീ ഒന്ന് ബേജാറാവാണ്ടിരിക്കെ, വിഷമിക്കാണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഞാൻ അല്പം പാറിപ്പറന്ന് കളിച്ചിട്ട് വരാം. പട്ടൂസേ പ്ലീസ്, ഇനിയും മുകളിലോട്ട് പോകല്ലേ. ഇതിനിടയിൽ അത് സംഭവിച്ചു. ടക്ക്. ആബിദക്കുട്ടിയുടെ നിലവിളിയിൽ ആ ശബ്ദം മുങ്ങിപ്പോയി. അയ്യോ പാവം എൻ്റെ പട്ടൂസ്, അവനിനി എങ്ങനെ താഴെ വരാനാ? അപ്പോൾ ആബിദക്കുട്ടിയുടെ കയ്യിലിരുന്ന ആ നൂല് പൊട്ടിയ സൗണ്ടാണ് കേട്ടത്, ടക്ക് എന്ന്. നൂല് പൊട്ടിയതോടെ പട്ടൂസ് എങ്ങോട്ടെന്നില്ലാതെ പറന്നു പൊങ്ങി. ഹായ്, നല്ല രസം. ഇപ്പോഴവന് അമ്പിളിയെ കൈനീട്ടി തൊടാം, നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചു കളിക്കാം. അപ്പോൾ നൂല് പൊട്ടിയപ്പോൾ ആബിദയ്ക്ക് വിഷമമായി, പക്ഷെ പട്ടൂസിന് സന്തോഷമായി. എന്താണ്, എങ്ങോട്ടെന്നില്ലാതെ പറന്നു പൊങ്ങി നടക്കാം, അമ്പിളിയെ അല്ലെങ്കിൽ ചന്ദ്രനെ കൈനീട്ടി തൊടാം, നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചു കളിക്കാം. അതിനിടയിൽ പട്ടൂസ് താഴേക്കൊന്ന് നോക്കി. കൂരാകൂരിരുട്ട്. അവൻ പേടിച്ചു വിറച്ചു. ഹലോ ഇത്ത, ഹലോ. പട്ടൂസ് നൂൽ ഫോൺ എടുത്ത് വിളിച്ചു. ഈ റൂട്ടിലേക്കുള്ള എല്ലാ ലൈനുകളും ഇപ്പോൾ തകരാറിലാണ്. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കൂ. അപ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ കൂരാകൂരിരുട്ട്. രാത്രിയായി അല്ലേ? അപ്പോഴാണ് പട്ടൂസിന് പേടിയായത്. അപ്പോൾ ആബിദയെ വിളിച്ചു. ഹലോ ഇത്ത, ഹലോ എന്ന് വിളിച്ചപ്പോൾ നൂല് പൊട്ടിയതുകൊണ്ട് ആ ഫോൺ കിട്ടിയില്ല.
എന്താണ് ഫോണിലൂടെ കേൾക്കുന്നത്? ഈ റൂട്ടിലേക്കുള്ള എല്ലാ ലൈനുകളും ഇപ്പോൾ തകരാറിലാണ്, കുറച്ച് കഴിഞ്ഞ് ശ്രമിക്കുമെന്നാണ്. അയ്യോ, ഇനി എന്തു ചെയ്യും? അവന് കരച്ചിലടക്കാനായില്ല. എന്തിനാ മോനെ കരയുന്നത്? അമ്പിളി മാമൻ ചേർത്ത് പിടിച്ച് ചോദിച്ചു. എനിക്കിത്തയെ കാണണം. അപ്പോൾ അവൻ കരയുന്നത് കണ്ടപ്പോൾ നമ്മുടെ അമ്പിളി മാമൻ ചോദിക്കുകയാണ്, എന്തിനാ മോനെ കരയുന്നത് എന്ന്. അപ്പോൾ പട്ടൂസ് പറഞ്ഞു, എനിക്ക് ഇത്തയെ കാണണം. എവിടെയാ അവളുടെ വീട്? അമ്പിളി മാമൻ അവൻ്റെ കണ്ണീർ തുടച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ പട്ടൂസ് പറഞ്ഞു, എനിക്കറിയില്ല. തേങ്ങലിൽ അവൻ്റെ ശബ്ദം മുറിഞ്ഞു പോയിരുന്നു. അറിയില്ലേ? ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ? അമ്പിളി മാമൻ താടി ഒഴിഞ്ഞുകൊണ്ട് അല്പനേരം ചിന്തയിലാണ്ടു. പിന്നെ ഒരൊറ്റ ഫോൺ വിളിയാണ്. ഹലോ, മേടക്കാറ്റല്ലേ? ഒരു സഹായം വേണമല്ലോ. എന്താ വേണ്ടത്? പറയൂ. മൂളിപ്പാട്ട് നിർത്തി മേടക്കാറ്റ് ചോദിച്ചു. ഈ പട്ടൂസിനെ ആബിദക്കുട്ടിയുടെ അടുത്തെത്തിക്കണം, വേഗം വേണം. അമ്പിളി മാമൻ്റെ സ്വരത്തിൽ വാത്സല്യം അലതല്ലുന്നുണ്ടായിരുന്നു. അതിനെവിടെയാ ആബിദക്കുട്ടിയുടെ വീട്? ഷെടാ, ഇതാണിപ്പോൾ നന്നായത്. നീയല്ലേ എല്ലായിടത്തും മൂളിപ്പാട്ടും പാടി കയറിയിറങ്ങാറുള്ളത്? നിനക്കറിയില്ലേ അവളുടെ വീട്? ഒന്ന് ഓർത്തു നോക്ക്. അപ്പോൾ അമ്പിളി മാമൻ അറിയാം ഈ താത്ത ആബിദക്കുട്ടിയാണ് എന്ന്. അപ്പോൾ മേടക്കാറ്റിനെ വിളിച്ച് പറയുകയാണ് ഈ പട്ടൂസിനെ ആബിദക്കുട്ടിയുടെ അടുത്തെത്തിക്കണമെന്ന്. അപ്പോൾ മേടക്കാറ്റിനും എവിടെയാണ് വീട് എന്നറിയില്ല. അപ്പോൾ അമ്പിളി മാമൻ പറയാണ്, നിനക്കറിയില്ലേ, നീ എല്ലായിടത്തും പോകുന്നതല്ലേ, ഒന്ന് ഓർത്തു നോക്കൂ എന്ന്. എന്തോ പിടികിട്ടിയ പോലെ മേടക്കാറ്റ് പട്ടൂസിനെ വാരിയെടുത്തു. അവനെ തോളത്തിരുത്തി സാവകാശം താഴോട്ട് പറന്നു പോയി. കുളിരേറ്റതുകൊണ്ടാവാം പട്ടൂസിന് ആശ്വാസം തോന്നി. മേടക്കാറ്റിൻ്റെ കാതിൽ അവനൊരു സ്വകാര്യം ചോദിച്ചു. അപ്പോൾ മേടക്കാറ്റിന് എന്തോ പിടികിട്ടി. പട്ടൂസിനെ വാരിയെടുത്ത് തോളത്തിരുത്തി താഴോട്ട് പറന്നു പോവുകയാണ്. അപ്പോൾ പട്ടൂസിന് ആശ്വാസം തോന്നി. അവൻ മേടക്കാറ്റിൻ്റെ കാതിലൊരു സ്വകാര്യം ചോദിച്ചു. എനിക്കൊരു പാട്ട് പാടിത്തരാമോ? പിന്നെന്താ, മേടക്കാറ്റ് പതിയെ ഒരു പാട്ട് മൂളി. അപ്പോൾ പട്ടൂസ് ചോദിച്ച സ്വകാര്യം ഇതാണ്, ഒരു പാട്ട് പാടിത്തരാമോ എന്നാണ്. ഒരു മണ്ണിൽ ജനിച്ചു നാം, ഒരു മഞ്ഞു പുതച്ചു നാം, ഒരു വെയിലു നുണഞ്ഞു നാം, ഒരു ഗാനം മൂളി നാം. പല വേഷം പല ഭാഷ പല നാടുകളെന്നാലും, ഒരു നൂലിൽ ചാഞ്ചാടും പലവർണ്ണപ്പട്ടങ്ങൾ. മധുരമൂറുന്ന പാട്ട്, മഞ്ഞിൻ്റെ നനവ്, കാറ്റിൻ്റെ കുളിര്. പട്ടൂസ് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മേടക്കാറ്റ് ആബിദക്കുട്ടിയുടെ വീട്ടിലെ ജനാലയിലൂടെ സാവധാനം അകത്തു കടന്നു. നീല വിരിപ്പിട്ട പായയിൽ ഉറങ്ങുന്ന അവളുടെ അടുത്ത് പട്ടൂസിനെ പതുക്കെ കിടത്തി. രണ്ടുപേരുടെയും കവിളിൽ ഉമ്മ കൊടുത്ത് മേടക്കാറ്റ് തിരികെ പറന്നു. പൂത്തു നിൽക്കുന്ന കൊന്നമരത്തിൻ്റെ മുകളിലൂടെ വർണ്ണപ്പട്ടങ്ങൾ പറക്കുന്നത് സ്വപ്നം കണ്ടു പട്ടൂസും ആബിദക്കുട്ടിയും. ഒരു നൂലിൽ ചാഞ്ചാടും പലവർണ്ണപ്പട്ടങ്ങൾ. ഹലോ, ആബിദക്കുട്ടിയും പട്ടൂസുമല്ലേ? ഒന്നുറക്കെ പാടൂ, ഞാനും കേൾക്കട്ടെ. അമ്പിളി മാമൻ്റെ ഫോൺ. അപ്പോൾ മേടക്കാറ്റ് പട്ടൂസിനെ ആബിദക്കുട്ടിയുടെ അടുത്തെത്തിച്ചു. അങ്ങനെ രണ്ടുപേരും ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങുകയാണ് അല്ലേ? അപ്പോൾ അവർക്ക് കവിളിൽ ഉമ്മ കൊടുത്ത് മേടക്കാറ്റ് തിരികെ പറന്നു. എന്താണ് അപ്പോൾ ആബിദക്കുട്ടി സ്വപ്നം കാണുന്നത്? പൂത്തു നിൽക്കുന്ന കൊന്നമരത്തിൻ്റെ മുകളിലൂടെ വർണ്ണപ്പട്ടങ്ങൾ പറക്കുന്നത് സ്വപ്നം കാണുന്നു. ആരാണ് അവരെ ഫോണിൽ വിളിക്കുന്നത്? അമ്പിളി മാമനാണ് അല്ലേ? എന്താണ് പറയുന്നത്? ഹലോ, ആബിദക്കുട്ടിയും പട്ടൂസുമല്ലേ? ഒന്ന് ഉറക്കെ പാടൂ എന്നാണ് അമ്പിളി മാമൻ്റെ ഫോൺ. അവരെന്താണ് പാടിയത്? ഒരു നൂലിൽ ചാഞ്ചാടും പലവർണ്ണ പട്ടങ്ങൾ. പട്ടൂസും ആബിദയും വളരെ സ്നേഹത്തിലാണ്. ഇതെങ്ങനെയാണ് കഥയിൽ നിന്ന് മനസ്സിലായത്? ആബിദ പട്ടത്തിന് വേദനിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. കാറ്റടിച്ച് ജലദോഷം പിടിക്കുമെന്ന് അവൾ പേടിച്ചു. നൂൽ പൊട്ടിയപ്പോൾ അവൾ കരഞ്ഞു. ഇതിൽ നിന്നെല്ലാം ആബിദയ്ക്ക് പട്ടത്തിനോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാം. പട്ടൂസിന് ഇരുട്ടായപ്പോൾ ഇത്താത്തയെ കാണണമെന്ന് പറഞ്ഞാണ് സങ്കടം വന്നത്. ഇതിൽ നിന്ന് പട്ടൂസിന് ആബിദയോടും സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്തൊക്കെ പുതിയ വാക്കുകളും പ്രയോഗങ്ങളുമാണ് കഥയിൽ നിന്ന് കണ്ടെത്തിയത്? നീരസം, സങ്കടം അല്ലെങ്കിൽ ഇഷ്ടക്കേട്. കൂരാക്കൂരിരുട്ട്, നല്ല ഇരുട്ട്. വികൃതിക്കാറ്റ്, വികൃതി കാണിക്കുന്ന കാറ്റ്. നൂൽ ഫോൺ, നൂലിലൂടെയുള്ള ഫോൺ വിളി. പരിഭ്രമം, പേടി അല്ലെങ്കിൽ പരിഭ്രാന്തി. വാത്സല്യം, സ്നേഹം. സാവധാനം, പതുക്കെ. കെഞ്ചുക, സങ്കടത്തോടെ അപേക്ഷിക്കുക. ഹരം, വലിയ സന്തോഷം അല്ലെങ്കിൽ ആവേശം. ഈ കഥയിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട്?
എനിക്ക് ആബിദക്കുട്ടിയെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവൾ തൻ്റെ പട്ടത്തെ ഒരുപാട് സ്നേഹിച്ചു. അത് കാണാതായപ്പോൾ അവൾ ഒരുപാട് വിഷമിച്ചു. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ പാഠഭാഗം നന്നായി വായിക്കണം, പ്രവർത്തനങ്ങളും ചെയ്യണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്